ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തേക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് മേ ബി ടെക്നിക്കൽ എന്ന് പറയാം. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഡിൻസി ഏത് ആപ്പിലാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്, കുഴപ്പമില്ലല്ലോ നല്ലതാലോ എന്ന്. വലിയ കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണ്, അതിനകത്ത് മെയിൻ ഒരു സിമ്പിളായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപ്കട്ട് എന്ന് പറയുന്ന ആപ്പാണ്. എൻ്റെ വീഡിയോസ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിലായിട്ട് ആപ്പിൻ്റെ വാട്ടർമാർക്ക് വരാറുണ്ട്. ആഡ് വരുന്നതൊക്കെ ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം. സോ ആപ്പ് ഒരുമാതിരി എല്ലാ ഗൂഗിൾ ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. അതിനകത്ത് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വീഡിയോ ആണോ ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആപ്പിലോട്ട് ആഡ് ആവും. ഇപ്പം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന 2 ടൈപ്പ് വീഡിയോ ആണ്. ഒന്ന് ഈ ഒരു ഫ്രെയിമിലുള്ളതും, പിന്നെ ഒന്ന് ഷോർട്സിൻ്റെ ടൈപ്പ് ഒരു വെർട്ടിക്കലായിട്ടുള്ളതും. അപ്പോൾ ഇത് ഞാൻ 2 ആഡ് ചെയ്ത് മറ്റേതിനെ ഈ സെയിം ഫ്രെയിമിലോട്ട് ആക്കാനുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്, ഏതൊരു വീഡിയോ ആണെങ്കിലും അതിൻ്റെ എല്ലാ പോർഷനും ചിലപ്പോൾ നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 2 സെക്കൻഡ്സ് തൊട്ട് ടോപ്പിൽ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സെക്കൻഡ്സ് തൊട്ടാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ് ലൈനാണ് എവിടം തൊട്ടാണ് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഒരു ആക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കുന്ന ഒരു റെഫറൻസ് ലൈൻ പോലെ. സോ സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ താഴെ. അപ്പോൾ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഭാഗമായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് ഫസ്റ്റ് പോർഷനാണ് വേണ്ടാത്തത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. സോ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് പോയിക്കോളും. ഇനി ഈ പോർഷൻ്റെ നമുക്കൊരു ലാസ്റ്റ് മേ ബി ഒരു 12 സെക്കൻഡ്സ് വരെ മതിയെന്നായിരിക്കും. അപ്പോൾ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുക, സ്പ്ലിറ്റ് കൊടുക്കുക. ഈ പോർഷൻ നമുക്ക് വേണ്ട, സോ ഡിലീറ്റ് കൊടുക്കാം. സോ നമുക്ക് ആദ്യം ഒരു 12 സെക്കൻഡ്സ് ഉള്ളൊരു വീഡിയോ ഇപ്പോൾ ഉണ്ട്. ഇനി സെക്കൻഡ് വീഡിയോ പോകുമ്പോൾ അതിൻ്റെ ഫ്രെയിം ഇങ്ങനെയാണ്. സോ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഒന്ന് നീക്കുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്: റൊട്ടേറ്റ്, മിറർ, റീസൈസ്. റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ തിരിക്കാൻ പറ്റും. ഇനി ഈ വീഡിയോനെ ഈ സെയിം വീഡിയോൻ്റെ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ക്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. ഒന്നുകിൽ നമുക്ക് ഇവിടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ് ഇതിനകത്ത് പോയിട്ട് റീസൈസ് കൊടുക്കുമ്പോൾ വീഡിയോനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് അതല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോമ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ചുറ്റും കാണുമ്പോൾ ഒരു ബ്ലൂ ലൈൻ വന്നേക്കുന്നത്, അതായത് ഈ വീഡിയോ സെലക്റ്റഡ് ആണ്. സോ അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ച് സൂം ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്കതിൻ്റെ ഫ്രെയിം സൈസ് വ്യത്യാസപ്പെടുത്താൻ പറ്റും. ഇതിൻ്റെ പോലെ സെയിം ആയിട്ട് വന്നില്ലെങ്കിൽ പോലും ഏകദേശം ഒരുപോലെ വന്നിട്ടുണ്ട്, കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ നമുക്ക് സ്പ്ലിറ്റ് കൊടുക്കാം. എനിക്ക് 20 സെക്കൻഡ്സ് മതി ടോട്ടൽ വീഡിയോ എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എല്ലാ വീഡിയോസിൻ്റെയും എൻഡിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ബൈ ഡിഫോൾട്ടായിട്ട് ക്യാപ്കട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് വേണ്ടാത്തൊരു കാര്യമായതുകൊണ്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. പിന്നെ ഇനി ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഒരു വീഡിയോ കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുമ്പോഴുള്ള ഒരു ട്രാൻസിഷൻ. ഞാൻ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നൊരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്, സെയിം തന്നെ വീഡിയോ ക്ലിക്ക് ചെയ്യുക, ആനിമേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുക്കുക. ആനിമേഷൻസിനകത്ത് ഔട്ട് എടുക്കുക, അതിൽ ഫെയ്ഡ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫെയ്ഡ് ഔട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 0.5 സെക്കൻഡ്സ് ആണ് കിടക്കണേ. എത്ര ഈ വീഡിയോ ഫെയ്ഡ് ആക്കണം എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ ഇത് ആരോ പോലത്തെ ഒരു ഇത് നീക്കുമ്പോൾ നമുക്കതിനിപ്പോൾ ഞാൻ 0.5 സെക്കൻഡ്സ് ആണ് ബൈ ഡിഫോൾട്ട് അതാ കിടക്കാറ്. ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. സോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ ഈ വീഡിയോനെ ഒന്ന് മ്യൂട്ട് ചെയ്യുക കേട്ടോ.
ഇവിടെ മ്യൂട്ട് ക്ലിപ്പ് എന്നുള്ളത് ഞെക്കിക്കഴിഞ്ഞാൽ ഫുൾ വീഡിയോ മ്യൂട്ടാവും. സോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ വീഡിയോൻ്റെ അവസാനം ലൈറ്റായിട്ട് ഫെയ്ഡ് ഔട്ടായിട്ടാണ് നെക്സ്റ്റ് വീഡിയോയിലോട്ട് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് ഓഡിയോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീഡിയോസിൽ നമുക്ക് സോങ്സ് എഡിറ്റ് ചെയ്യാനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ഓഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സൗണ്ട്സ് ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാം. അതാണ് കൂടുതൽ വോയിസ് ഓവറിന് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സൗണ്ടിൻ്റെ ഓപ്ഷനാണ് ഫീച്ചറാണ് പറയുന്നത്. അപ്പോൾ സൗണ്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഇതിനകത്തുള്ള കുറേയും സോങ്സ് ഉണ്ട്. ഇപ്പോൾ ക്യാപ്കട്ട് കുറേയും അപ്ഡേറ്റ് ചെയ്തു. പ്രോ വേർഷന് മാത്രമാണ് ഒരുപാട് സോങ്സ് അവൈലബിൾ ഉള്ളൂ. ബട്ട് എന്നാലും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാറ്റഗറീസും ഇതിനകത്തുള്ളത് നമുക്ക് വ്ളോഗിനകത്ത് പോകുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് ഒഫീഷ്യൽ സൗണ്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കുറച്ച് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് ഈ സിമ്പിളിൽ കാണുന്ന ഏത് സോങ്സ് നമ്മൾ എഡിറ്റ് ചെയ്താലും നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നില്ല. ഇനിയും ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത ഒരു സോങ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൾഡറിൻ്റെ ഒരു സിമ്പിളുണ്ട്, അവിടെ പോയിട്ട് ഡിവൈസ്, ഇതിനകത്ത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള സോങ്സാണ്, ആ സോങ്സ് ഏതെങ്കിലും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ പ്ലസ് സൈൻ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി, സോങ് ആഡ് ചെയ്തോളും. ഇനി അത് സോങ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഈ സോങ് ഏതാണെന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചുമ്മാ ക്ലിക്ക് ചെയ്യുമ്പോൾ സോങ് പ്ലേ ആവും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ സ്റ്റോപ്പ് ആവും. ഇനി നമുക്ക് സോങ് ഓൾറെഡി അറിയാം, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക, സോങ് ആഡ് ആവും. ഇനി ഓഡിയോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഓഡിയോൻ്റെ ആണെങ്കിലും നമുക്ക് ഫുൾ ഓഡിയോ വേണ്ട, ഏതെങ്കിലും കുറച്ച് പോർഷൻ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ സോങ്ങിൻ്റെ ഈ 8 സെക്കൻഡ്സ് തൊട്ട് മതി. സോ ഞാൻ സോങ്ങിൽ ക്ലിക്ക് ചെയ്യുന്ന സ്പ്ലിറ്റ് കൊടുക്കുന്ന ഫസ്റ്റ് പോർഷൻ എനിക്ക് വേണ്ട. എന്നിട്ട് വീണ്ടും ആവശ്യമുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അതിനെ പ്രസ് ആൻഡ് ഹോൾഡ് കൊടുത്തിട്ട് ലെഫ്റ്റിലോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്ത് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊരു സ്റ്റാർട്ട് ആവാതെ പയ്യെ ഒരു ലോ പിച്ച് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു പയ്യെ ഒരു ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോൻ്റെ ഫെയ്ഡ് ഇൻ ചെയ്യാം. ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫെയ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫെയ്ഡ് ഇൻ ഉണ്ട്, ഫെയ്ഡ് ഔട്ട് ഉണ്ട്. ഫെയ്ഡ് ഇൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഫെയ്ഡ് ആവും, ഫെയ്ഡ് ഔട്ട് ആണെങ്കിൽ സോങ്ങിൻ്റെ അവസാനം ഫെയ്ഡ് ഔട്ട് ആവും. ഫെയ്ഡ് ഇൻ കൊടുത്തു, എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് സോങ് ഇത്രയും മതി, 20 സെക്കൻഡ്സ് മതി. കാരണം എൻ്റെ വീഡിയോ 20 സെക്കൻഡ്സേ ഉള്ളൂ. സോ 20 സെക്കൻഡ്സ് എനിക്ക് വീഡിയോ മതി എന്നുണ്ടെങ്കിൽ അവിടെ സ്പ്ലിറ്റ് കൊടുക്കുക, ഡിലീറ്റ് ചെയ്യുക. ഈ സോങ്ങിനെ ഞാൻ ഫെയ്ഡ് ഔട്ട് ചെയ്തു. ക്യാമറ അടുത്തിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എക്കോ നോയ്സ് വരുന്നത്, അതാണ് ഞാൻ വോളിയം റെഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഓവർലേ ആഡ് ചെയ്യാം, ക്യാപ്ഷൻസ് കൊടുക്കാം, ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ ഉണ്ട്, ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം റേറ്റ് മാറ്റാം, സാച്ചുറേഷൻ, ബ്രൈറ്റ്നസ്, അങ്ങനത്തെ ഒരുപാട് ഫ്രീ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ബേസിക്കായിട്ട് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വേറെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ബേസിക്കായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാറ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ആവശ്യം വരുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിവൈസിലോട്ട് ഇപ്പോൾ ഇവിടെ 1080pയിലാണ് കിടക്കുന്നത്. നമുക്കതിൻ്റെ കുറച്ചുകൂടി ക്ലാരിറ്റി കൂട്ടാൻ, റെസൊല്യൂഷനൊക്കെ കൂട്ടാം. സോ ഞാൻ എല്ലാം ഫുള്ളിലിടാറ്. 4K, ഫ്രെയിം റേറ്റ് 60, കോഡ് റേറ്റ് ഹൈ, ഇത്രയും സെറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവും. ഇനി ഈ എക്സ്പോർട്ടായ വീഡിയോ നമ്മുടെ ഗാലറിയിലുണ്ടാവും, ഏതെങ്കിലും ഡൗൺലോഡ് ഫോൾഡറിലോ ഏതെങ്കിലും, ഡിപ്പെൻഡ്സ് ഓൺ മേ ബി ഫോണായിരിക്കും.
ആ ഡൗൺലോഡ് ചെയ്തത് നമുക്ക് നേരെ യൂട്യൂബിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് പറയാത്തതായിട്ടുള്ള ഏതെങ്കിലും ഫീച്ചേഴ്സോ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ റിപ്ലൈ ചെയ്യാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ. എല്ലാ ഫീച്ചേഴ്സും എനിക്ക് അവൈലബിൾ അല്ല, എൻ്റെ ഫ്രീ വേർഷനാണ്. പ്രോ വേർഷൻസിന് കുറച്ചുകൂടി അവൈലബിൾ ഓപ്ഷൻസ് ഉണ്ട്, ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാം. സോ ഒരു ബേസിക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഫ്രീ വേർഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിലേതെങ്കിലും എനിക്ക് അറിയുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാൻ ഓക്കെയാണ്. താങ്ക് യു.